ഹലോ ഫ്രണ്ട്സ്, ചിക്കനുമാൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് റഷ്യയിലെ സറൻസ്ക് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. സറൻസ്ക് ഫേമസ് ആവാൻ മറ്റൊരു പ്രധാന കാരണം പണ്ട് 2018 ഒളിമ്പിക് ഗെയിം ഇവിടെ നടന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു വേദിയായിരുന്നു ഈ സറൻസ്ക് സിറ്റി. ഇപ്പോൾ കേരളത്തിൽ ഫേമസ് ആവാൻ മറ്റൊരു കാരണം കേരളത്തിൽ നിന്ന് ധാരാളം വരുന്ന ഒരു MBBS പഠിക്കാൻ വരുന്ന ഒരു വലിയൊരു പ്രധാനപ്പെട്ട ഭയങ്കര വെൽ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി ഉള്ള സ്ഥലം കൂടിയാണ്. ഏകദേശം 10, 400, 500 മലയാളി സ്റ്റുഡൻസ് ഇവിടെ പഠിക്കുന്നുണ്ട്. ഇന്ത്യക്കാരുടെ നമ്പർ എടുത്താൽ 1000 മേലെയാണ്. അപ്പം ഇപ്പോൾ പോകുന്നത് ഇന്ന് ആക്ച്വലി പെരുന്നാളാണ്. കഴിഞ്ഞ എപ്പിസോഡ് നിങ്ങൾ കണ്ടു കാണും. ഇപ്പോൾ ഒരു ടാക്സിയിൽ കയറിയിട്ട് അപ്പോൾ ഞാനിപ്പോൾ പോകുന്നത് കുറച്ച് മലയാളികൾ താമസിക്കുന്ന ഹോസ്റ്റലിലോട്ടാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇവരുടെ കുറച്ച് ഹോസ്റ്റൽ വിശേഷങ്ങൾ കാണിച്ചു. ഇനി പോകുന്നത് വേറെ മലയാളികൾ നിൽക്കുന്ന ഹോസ്റ്റലിൽ അവർ കുറച്ച് ഭക്ഷണം കുക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരിവിടെ MBBS പഠിക്കുന്നവരാണ്. ഇവിടെ വേറെ 2 പേരുണ്ട്. നമ്മുടെ അൽ ഹിന്ദ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്, ഇവിടെ കുട്ടികളെ കൊണ്ടുവരുന്നുണ്ട് പഠിപ്പിക്കാനായിട്ട്. അപ്പോൾ അവരാണ് കേട്ടോ. പേര് പറഞ്ഞോളൂ ബ്രോ. അത് അഖിൽ ബ്രോ, ഇത് റിയാസ് ബ്രോ, ഇത് ചൈനയിലെ അവരുടെ റെപ്രസെൻറ്റേറ്റീവ് ഹേമിക്കുട്ടിയായിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ ഇവരുടെ ഹോസ്റ്റലിലോട്ട് വന്നിട്ടുണ്ട്. ബ്രോ ഹായ് പറയുന്നോ? പേരെന്താ? ശ്രീവിഷ്ണു ആണ്. നമ്മൾ ഇവരുടെ ഹോസ്റ്റലിൻ്റെ ഈ ഒരു ഭാഗത്ത് വന്നപ്പോൾ തന്നെ നല്ല ചിക്കൻ്റെ മണം കേട്ടോ. ബിരിയാണി വേണം, നല്ല ബിരിയാണി വേണം അല്ലേ? അടിപൊളി വേണം കേട്ടോ. ഇന്ന് പെരുന്നാളായിട്ട് നല്ല ബിരിയാണിയൊക്കെ വെച്ചു. അതിൻ്റെ ഭാഗമായിട്ടാണ് കേട്ടോ നമ്മളെ ഇൻവൈറ്റ് ചെയ്തത്. വീഡിയോ എടുക്കാമല്ലോ. അതൊക്കെ വീഡിയോയിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമ്മളെ വരവേൽക്കാനായിട്ട് ഇവിടെ ഒരു മലയാളി പെൺകുട്ടിയൊക്കെ ഉണ്ട്. ബിരിയാണി ഉണ്ടാക്കി ഈ പ്രദേശത്ത് ഫുള്ള് മണമുണ്ട്. ഇവർ വല്ല ഗുജറാത്തിലാണെങ്കിൽ അന്ന് അടിച്ച് ഓട്ടിച്ചാണ് അപ്പാർട്ട്മെൻറ്റുകാർ ചിക്കൻ വെക്കുന്നത് കണ്ടോട്ട് നല്ല മണമുണ്ട് കേട്ടോ. കുറച്ച് മലയാളികളെ പരിചയപ്പെടുത്തി തരാം കേട്ടോ. ഇവിടെ ആക്ച്വലി വന്ന ഉടനെ നമ്മുടെ ബിരിയാണിയുടെ മണത്തിന് പിറകെയുള്ള കുട്ടി സൂര്യാണ് ഇവിടുത്തെ കിച്ചണിൽ ഫുള്ള് ഭക്ഷണം ഉണ്ടാക്കുന്നത്. ഇത് ആക്ച്വലി ഇവിടുത്തെ ഫഹദ്. എവിടെയാ? ഫഹദിന്റെ റൂമാണ് കേട്ടോ. ഫഹദ്, നീ എവിടെയാ സ്ഥലം? മലപ്പുറം. ഫഹദിന് ഇന്നലെ കണ്ടപ്പോൾ ഞാൻ ആദ്യം റഷ്യൻ ടച്ച് തോന്നി കേട്ടോ. അപ്പോൾ ഇവർ പെരുന്നാളായതുകൊണ്ട് ഇവിടെയുള്ള അവരുടെ സുഹൃത്തൊക്കെ വന്ന് കുറച്ച് ഭക്ഷണങ്ങൾ ഉണ്ടാക്കുവാണ്. സൂര്യ ഇന്നലെ കണ്ടിരുന്നു കേട്ടോ. ഞാൻ വൈകിട്ട് ഇവിടെ നല്ല അടിപൊളി ചിക്കൻ. ഇവിടെ വേറെ കുറച്ച് ആൾക്കാരുണ്ട്. ഓടുവാണ് കേട്ടോ. പേരെന്താ? എവിടെയാ സ്ഥലം? ദിയ ഫ്രം കണ്ണൂർ. ഹായ്, പേരെന്താ? സഫീദ ഫ്രം എവിടെയാ? സഫീദ തൃശ്ശൂർകാരി. ഇന്നലെ സഫീദയും നമ്മുടെ എമിക്കുട്ടിയും കൂടെ പരിചയപ്പെടുത്തി കൊടുത്ത് അവർ രണ്ടുപേരും ഓൾറെഡി സുഹൃത്തുക്കളായി കേട്ടോ. വന്നിട്ട് അവരെന്തൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. യു ന്യൂ ഫ്രണ്ട്? Old friend. So you stay here? Yeah. I go there alone. No. ഇവിടെ കുറേ പേരുണ്ട് കേട്ടോ. ബാക്കി ഓക്കെ ബൈ. ബാക്കിയുള്ളവരൊക്കെ കുറച്ച് മാറിയിരിക്കുകയാണ്. ഇവിടെ ഒരു 3 BHK അപ്പാർട്ട്മെൻ്റ് ആണ് കേട്ടോ. ഇതുപോലെ ആക്ച്വലി ഫസ്റ്റ് ഇയറിലൊക്കെ വരുന്ന കുട്ടികൾ ഇവർക്ക് ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഹോസ്റ്റൽ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. പിന്നീട് സീനിയേഴ്സ് ആയിട്ടുള്ള കുട്ടികൾ വേറെ സ്ഥലത്തൊക്കെ മാറി താമസിക്കുന്ന കാഴ്ചയാണ് കേട്ടോ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവിടെ എനിക്ക് ഓൾറെഡി കമ്പനി ആയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് കുറേ കുട്ടികളുടെ അടുത്ത് നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭക്ഷണം നല്ല മണക്കുന്നുണ്ട് കേട്ടോ. അവന്തിക, എൻ്റെ അമ്മോ നല്ല മണം കേട്ടോ. ഇവിടെ നമ്മുടെ ഇതിൻ്റെ അകത്ത് ദമ്മാണെന്ന് തോന്നുന്നു. ദമ്മല്ലേ? ദമ്മിട്ട് അവർ ഇതിൻ്റെ അകത്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ ഇന്ന് രാത്രി ഇവരെന്തൊക്കെയോ പ്രോഗ്രാം ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവരുടെ പെരുന്നാളിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ എമിക്ക് വേണ്ടി മൈലാഞ്ചി ഇട്ടുവാണ് കേട്ടോ. എമി ഏതോ ഒരു ടാറ്റുവിൻ്റെ ഡിസൈൻ കൊടുത്തു, അത് വെച്ച് ചെയ്യുവാണ്. It's good? Amazing, good. My first time. പറ. കേ രാ No. രാ please come on. കേരളം. Say namaskaram. ഇവർക്ക് രാ വരൂല കേട്ടോ. അതിന് വരെ ലായാണ് വരുന്നത്. അപ്പം ലാ വെച്ചുള്ള വാക്കുകളൊക്കെ പറയും. അഗ്ലി നോക്കിക്കേ, മൈലാഞ്ചി ഇടാൻ പറഞ്ഞപ്പോ ഏതോ ഒരു എന്താ പറയാ നമ്മുടെ ടാറ്റുവിന്റെ ഡിസൈൻ കൊടുത്തിട്ട് അതിനെടുത്തിട്ടൊക്കെയാണ് കേട്ടോ. നമ്മുടെ അംഹാരിക് ട്രൈബിന്റെ, നമ്മുടെ മൊറോക്കൻ ട്രൈബിന്റെ ചിഹ്നമൊക്കെയാണ് കേട്ടോ. അംഹാരിക്കല്ല, സോറി, ആമസീഖിന്റെ ചിഹ്നമൊക്കെയാണ്. നമ്മുടെ എമിക്ക് ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. വാച്ചൊക്കെ കിട്ടിയിട്ടുണ്ട്.
വാച്ച് കിട്ടിയ ആള് താണ്ട് ഇങ്ങനെ കുരിഞ്ഞിരിക്കുവാണ് കേട്ടോ ഇവിടെ. അനങ്ങുന്നില്ല കേട്ടോ. വാച്ചും എൻ്റെ അമ്മ മേക്കപ്പ് സെറ്റ് എന്തെല്ലാം. അതുകൊണ്ട് ഇവിടെ നമ്മൾ പായസമൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറെ നേരമായിട്ടോ ഇവര് ഭക്ഷണം ഒന്നും ഉണ്ടാക്കിയില്ല. ഭക്ഷണം ഒന്നും ആയില്ല അല്ലേ? ഇവരെന്ത് സ്ലോ. നിങ്ങളും ഭയങ്കര സ്ലോ ആ. ഇവിടെ ഭക്ഷണം കുറെ നേരമായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇതുവരെയായിട്ട് നമ്മൾ ഭക്ഷണം വന്നിട്ടില്ല കേട്ടോ. പെരുന്നാളിന് രാവിലെ വീട്ടിലാണെങ്കിൽ രാവിലെ കഴിക്കായിരുന്നു ഫുഡ്. ഇവിടെ ഇപ്പൊ വൈകുന്നേരമായി ഓൾമോസ്റ്റ്. നല്ല അടിപൊളി സേമിയം പായസം കേട്ടോ. അടിപൊളി കേട്ടോ. You try? Yeah, what's this? It's a dessert. It's soup. Soup? Noodle soup. Hot pot soup. Oh, so hot. Try. It's good. Oh, so hot. No. It's good? Yeah. എൻ്റെ അമ്മോ ഇവിടെ നമ്മുടെ ഭക്ഷണം റെഡി ആയിട്ടുണ്ട്. അടിപൊളി കേട്ടോ. നല്ല പായസം ഫ്രൂട്ട് സലാഡ്. ഫ്രൂട്ട് സലാഡ് ആണോ? Fruit salad, payasam, ചമ്മന്തി, ചോറ്. salad. അടിപൊളി കേട്ടോ. ഇതാണ് നമ്മുടെ പെരുന്നാള് പ്രമാണിച്ച് ഫഹദ് ഉണ്ടാക്കിയതാ. ഫഹദ് അവിടെ പോയി കുക്ക് കേട്ടോ. ഫഹദ് ഇങ്ങോട്ട് വാ, നോക്ക്. ഫഹദാണ് കേട്ടോ എല്ലാം ഒരുമിച്ച് ഒറ്റയ്ക്ക് ഇരുന്ന് കുക്ക് ചെയ്താ. സൂര്യ പിന്നെ ആരാ? ഷഫീദ ഞാൻ കണ്ടിട്ടില്ല. അതെ നമുക്ക് ഇനി ഭക്ഷണം കഴിക്കാം. അടിപൊളി കേട്ടോ. ഫുഡ് അടിപൊളി കേട്ടോ. എങ്ങനെയുണ്ട് ബ്രോ? ഫുഡ് എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? അവള് കഴിച്ചു തുടങ്ങിയില്ലേ? ഈറ്റ് good. Mainly. Nice. How is biryani? How is the food? Nice. A little spicy. I like. It's good? Yeah. Nice. It's better than hotspot? Hotspot No. I like a hot pot. നമ്മളവിടെ നിന്ന് ബിരിയാണിയൊക്കെ കഴിച്ചിറങ്ങി. നമ്മളൊന്ന് ഇരുട്ടുന്നതിന് മുമ്പ് കുറച്ച് കാഴ്ചകളൊക്കെ കാണിച്ചു തരാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഈ കാണുന്നതൊക്കെ ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ടാണ്. നമ്മുടെ പബ്ലിക് ട്രാൻസ്പോർട്ട് ബസ്സുകളാണ് കേട്ടോ. ആക്ച്വലി ഇതുപോലുള്ള ഇലക്ട്രിക് ആയിട്ടുള്ള ബസ്സുണ്ട്, അല്ലാതെ ഇതുപോലത്തെ കുന്നം ബസ്സുണ്ട്. പിന്നെ അല്ലാത്ത വേറെ ബസ്സുകളും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് നിരത്തുകളിൽ. പണ്ടത്തെ കാറുകളൊക്കെയാണ് കേട്ടോ. നല്ല രസമുള്ള കാറുകൾ. ഇത് ഏത് മോഡലാ ബ്രോ? നാട്ടിലെ 800 പോലത്തെ വണ്ടിയാണ്. ഇവിടെ നോക്കിയാൽ യൂണിവേഴ്സിറ്റി ആണല്ലോ. നിങ്ങളുടെ യൂണിവേഴ്സിറ്റി സെന്റർ ഓഫ് അട്രാക്ഷൻ യൂണിവേഴ്സിറ്റി ആണ് കേട്ടോ. നമ്മൾ വീട്ടിലെ അട്രാക്ഷൻ നമ്മുടെ പാവം കേട്ടോ ദുഃഖിച്ചിരിക്കുവാണ്. നത്തിങ് പാവം കേട്ടോ. നമ്മുടെ ഷഫീന എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഉണ്ട് കേട്ടോ, അവിടെ പഠിക്കുന്ന. അവളുമായിട്ട് ഭയങ്കര കമ്പനിയായി. അവളുടെ കൂടെ എപ്പോഴും മറ്റേ കാന്ത ഇങ്ങനെ ഒട്ടിയിരിക്കുന്ന പോലെ ഒട്ടിയിരിക്കുന്നത്. ലാസ്റ്റ് പിന്നെ അവിടെ നിന്ന് നമ്മളിപ്പോൾ ഇറങ്ങിയപ്പോൾ അവളെ വിട്ടിട്ട് വന്നു കേട്ടോ. അപ്പോൾ ഭയങ്കര വിഷമം കേട്ടോ. Don't worry. You miss your friend? Do you miss your friend Shafina? Yeah. ഷഫീനെ ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മൾ എവിടെയാ വന്നേ? ലൊക്കേഷൻ മാറിയോ? ലൊക്കേഷൻ മാറി കേട്ടോ. തന്നെ എവിടെയാ? നമ്മള് കഴിഞ്ഞ ഞാന് കുറച്ച് സിറ്റി കാണിച്ചില്ലേ, നമ്മൾ അങ്ങോട്ട് വന്നിട്ടുണ്ട്. ഈ കാണുന്നതാണ് കേട്ടോ ഇവിടുത്തെ നമ്മുടെ സിറ്റിയുടെ പ്രധാന പോയിന്റ്. ഇവിടെ വടിവാളം കുന്തമൊക്കെ ഏറി നിൽക്കുന്ന കുറേ പ്രതിമകളൊക്കെ കാണാൻ സാധിക്കും. ഇതിവിടുത്തെ നമ്മുടെ ഓർത്തഡോക്സ് ക്രിസ്ത്യാനിറ്റിയുടെ ഒരു കത്തീഡ്രലാണ്. പ്രധാനപ്പെട്ട സറൻസ്കിലെ ഒരു കത്തീഡ്രലാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. കറക്റ്റ് നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ കറക്റ്റ് അതിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ചർച്ച് വരുന്നത്. യൂണിവേഴ്സിറ്റിയും ചർച്ചും ആ രണ്ട് ഇതിൻ്റെ ടോപ്പിൽ നിന്നൊരു റോപ്പ് വലിച്ചാൽ നമുക്ക് ഇതാക്കാം അല്ലേ, മറ്റേ റോപ്പ് ലൈൻ ആക്കാം അല്ലേ. അപ്പോൾ ബ്രോ പറയും നിങ്ങൾ സോറി കേട്ടോ, നിങ്ങളെ യൂണിവേഴ്സിറ്റിയെ കുറിച്ചൊന്നും വല്ലോ എന്തെങ്കിലും. നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ മറ്റേ ഉഗാദി ആഘോഷിച്ചിട്ട് പുറത്തിറങ്ങി നടക്കുന്ന എന്നെ കണ്ടപ്പോൾ ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട്, അടുത്ത തല ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട്. കാരണം ഉച്ചയ്ക്ക് ഞാൻ അവരുടെ ഹോസ്റ്റലിൽ എന്തോ വീഡിയോ എടുത്ത് പോയതാണ് കേട്ടോ. ഉഗാദിക്ക് ഡ്രസ്സൊക്കെ ഇട്ട് അവർ വിചാരിച്ചാണ് ഞാൻ ഓൾറെഡി
ഓൾറെഡി 2 പെണ്ണുങ്ങളുടെ അടുത്ത് ഞാൻ ചോദിച്ചായിരുന്നു നിങ്ങളെ വീഡിയോ എടുക്കട്ടെ ഹോസ്റ്റലിലെ വിശേഷങ്ങൾ അറിയാൻ. അപ്പോൾ അവർ വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. സാരിയൊക്കെ കൊടുത്ത് പോവാണ്. മറ്റേ മുടിയുള്ള പെൺകുട്ടിയാ. ബ്രോ ഓൾറെഡി നോക്കി വെച്ചാണ്. ഞാൻ എന്തായാലും ബ്രോന്റെ അടുത്ത് തന്നെ ചോദിക്കാം ഇവിടുത്തെ യൂണിവേഴ്സിറ്റിയെ കുറിച്ചും അവിടുത്തെ കാര്യങ്ങളെ കുറിച്ചും ഒന്ന് ഇരുട്ടുന്നതിന് മുമ്പ്. റിയാസ് ബ്രോ ഇവിടുത്തെ യൂണിവേഴ്സിറ്റിയെ കുറിച്ചും ഇവിടുത്തെ സംഭവങ്ങളെ കുറിച്ചും നിങ്ങൾ തന്നെ പറ. യൂണിവേഴ്സിറ്റി നമുക്ക് ഏകദേശം നമ്മളൊരു 4-5 വർഷമായിട്ട് അഡ്മിഷൻ ചെയ്യുന്നതാണ്. ഒരു മിനിറ്റ് ഒരു സ്കിപ്പേ, ഞാൻ അവരെ ഒന്ന് സൂം ചെയ്ത് കാണിച്ചു കൊടുക്കട്ടെ. അവരാണ് കേട്ടോ, നേരത്തെ കണ്ടില്ലേ, അവരാണ് നടന്നു പോകുന്നത്. ഉഗാദി ആഘോഷിച്ചിട്ട് സൗത്ത് ഇന്ത്യൻ പെൺകുട്ടികളാണ്. ഓക്കെ, ബാക്ക് ടു ദ പോയിന്റ്. അപ്പോൾ പിന്നെ നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ടതൊക്കെ നമ്മുടെ കുട്ടികളാണ്. നമ്മൾ ഫുഡ് കഴിച്ചതൊക്കെ നമ്മുടെ കുട്ടികളുടെ ഹോസ്റ്റൽ റൂമൊക്കെ ആയിരുന്നു. ഓക്കെ, പിന്നെ ഞാൻ അൽഹിന്ദ് സ്റ്റഡി അബ്രോഡാണ്. അൽഹിന്ദ് സ്റ്റഡി അബ്രോഡ് അൽഹിന്ദ് ട്രാവൽസ്, ടൂർസ്, ഹജ്ജ്, ഉംറ, അൽഹിന്ദ് ഹോളിഡേയ്സ്, ഇതിൻ്റെ ഭാഗം തന്നെ അൽഹിന്ദ് സ്റ്റഡി അബ്രോഡ്. ഓൾമോസ്റ്റ് നമുക്ക് കേരളത്തിനകത്ത് എല്ലായിടത്തും നമ്മുടെ ഓഫീസും സർവീസും ബാക്കി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഏതൊരു പാരൻസിനും സ്റ്റുഡൻസിനും വളരെ ട്രസ്റ്റായിട്ട് നമ്മൾ ഇതാക്കാൻ പറ്റും. നമ്മുടെ ടീം തന്നെ ബ്രോ കണ്ടില്ലേ, നമ്മുടെ ടീമിനെ നൈസ് ടീമല്ലേ. ആ ഒരു ടീം എന്താണ് എപ്പോഴും ഒരു എന്ത് സർവീസിനും അവൈലബിൾ ആയിട്ട് ഇവിടെ ഉണ്ട്. റഷ്യയിൽ നിങ്ങൾ ഈ യൂണിവേഴ്സിറ്റി മാത്രമാണോ ഫോക്കസ് ചെയ്യുന്നത്? അല്ല, നമ്മളൊരു 14ഓളം യൂണിവേഴ്സിറ്റി റഷ്യയിൽ വേറെ ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ഏറ്റവും മുൻഗണന കൊടുക്കുന്നത് ഇവിടെയാണ്. നമുക്ക് ഈ ഇത് തരംതിരിക്കുന്നത് ക്വാളിറ്റി എഡ്യൂക്കേഷനാണ്. എഡ്യൂക്കേഷൻ ക്വാളിറ്റി, പിന്നെ കുട്ടികളുടെ പാരൻസിന്റെ ഫീഡ്ബാക്ക്, ഇതാണ് നമ്മുടെ ഒരു ബിസിനസിന്റെ മുന്നോട്ട് കൊണ്ടുവന്ന ഒരു സാധനം. അപ്പോൾ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു ക്വാളിറ്റി ഒരു ഫീഡ്ബാക്ക് നമുക്ക് നല്ല റെസ്പോൺസ് കിട്ടുന്നത് കൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ കുട്ടികളെ ആ കാണുന്ന യൂണിവേഴ്സിറ്റിക്ക് പിള്ളേരെ ചെയ്യും. പിള്ളേരെ ഹാപ്പിയാണ് അതുകൊണ്ട്. ഓക്കെ, ഇതിപ്പോൾ നിങ്ങൾ എത്ര വർഷമായി ചെയ്യുന്നു? നമ്മൾ ഏകദേശം ഇപ്പോൾ ഒരു 3 വർഷമായിട്ട് MBBS ചെയ്യുന്നുണ്ട്. 5 വർഷമായിട്ട് പിന്നെ UK, കാനഡ അങ്ങനെയുള്ള പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. 3 വർഷമായിട്ട് കണ്ടിന്യൂ ഡോക്യുമെന്റേഷൻ ബാക്കി കാര്യങ്ങളും എല്ലാം തന്നെ നിങ്ങൾ ചെയ്യുന്നതാണ്. നമ്മൾ അൽഹിന്ദ് ട്രാവൽസ് ഏകദേശം 30 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഈ കുട്ടികൾക്ക് വരുന്ന വിസ, ടിക്കറ്റ്, അതേപോലെ യൂണിവേഴ്സിറ്റി ഇൻവിറ്റേഷൻ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമുക്ക് വളരെ കോളേജ് ഹോസ്റ്റൽ ഉൾപ്പെടെ എല്ലാം. കാരണം നമുക്ക് ബാക്കിയുള്ള ഏജൻസികൾ ചെയ്തേക്കാളും വളരെ ഫാസ്റ്റ് ആയിട്ട് കാര്യങ്ങൾ മൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. വളരെ ഈസി ആയിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും. പിന്നെ അത് മാത്രം നമുക്ക് നമ്മുടെ തന്നെ ഒരു ടീം എപ്പോഴും ഉണ്ട് റഷ്യയിൽ. നമുക്കുണ്ട് എല്ലാ കുട്ടികളുടെ എല്ലാ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട്. ഓക്കെ, അപ്പോൾ തണുപ്പ് ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ടല്ലോ അല്ലേ? തണുപ്പ് കുറച്ച് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ബാക്ക് ടു ദ പോയിന്റ്. കുറച്ച് കാഴ്ചകൾ കാണാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോറടിക്കും. കുറച്ച് കാഴ്ചകൾ കാണിച്ചു തരാം, എന്നിട്ട് നമുക്ക് ബാക്കി കാഴ്ചയിൽ വരാം. നാളെ ഞാൻ എന്തായാലും യൂണിവേഴ്സിറ്റി പോകുന്നുണ്ട് കേട്ടോ. യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അനാട്ടമി ബ്ലോക്ക് ഉണ്ടല്ലോ. അതായത് അനാട്ടമി അറിഞ്ഞൂടാത്തവർക്ക് അറിയാം. ഞാൻ ബയോളജി ജീവിതത്തിൽ പഠിച്ചിട്ടില്ല. കാരണം 8, 9, 10 ഞാൻ ടെക്നിക്കൽ ഹൈസ്കൂളിലാണ് പഠിച്ചത്. +1, +2 കമ്പ്യൂട്ടർ സയൻസ്. കുറെ കുട്ടികൾ നാട്ടിലൊരു കൺഫ്യൂഷൻ ഉണ്ട്. ഈ അബ്രോഡ് പഠിക്കുന്ന എഡ്യൂക്കേഷനിൽ ഇവര് പിന്നെ ഡമ്മിയാണ് ഉപയോഗിക്കുന്നത്, പ്ലാസ്റ്റിക് ബോഡിയാണെന്നൊക്കെ ഉള്ള ഒരു ധാരണ ഉണ്ട്. അതൊക്കെ നമ്മൾ നാളത്തോട് മാറ്റി കൊടുക്കും. ഒറിജിനൽ കടാവറും അനാട്ടമിയുടെ ബ്ലോക്കും കാര്യങ്ങളും പിന്നെ നമ്മുടെ ഒപ്തോമോളജിയുടെ ഡിപ്പാർട്ട്മെന്റ് എല്ലാം നമ്മൾ വിശദമായിട്ട് നാളെ ഷൂട്ട് ചെയ്യാം. പെർമിഷൻ ഓൾറെഡി നമ്മൾ എടുത്തിട്ടുണ്ട്. ഓക്കെ, നാളത്തെ എപ്പിസോഡിൽ ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അനാട്ടമി എന്താണെന്ന് കാണിച്ചു തരാം. സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള സ്റ്റുഡൻസിന് വേണ്ടി. അതെ, അത് ഞാനും പോയി എന്താണെന്ന് പഠിക്കാൻ. ഞാനിത് ബയോളജി പഠിച്ചിട്ടില്ല, അപ്പൊ അതിന്റെ കുറച്ച് കുറവുകളുണ്ട്. ഓ, അടിപൊളി കേട്ടോ, വേറെ ഒരു വൈബ്. യൂറോപ്പ് ഒരു ലുക്ക് ഉണ്ടല്ലോ. യൂറോപ്പ് ലുക്കല്ല, ഇത് യൂറോപ്പ് തന്നെയാണ് ആക്ച്വലി. നമ്മൾ ഏഷ്യയിൽ കിടക്കുന്ന രാജ്യമാണെങ്കിലും ഈ ഒരു ഭാഗങ്ങളൊക്കെ യൂറോപ്പിൽ തന്നെയാണ്. എനിക്കറിയില്ല, യൂറോപ്പിയൻ സൈഡാണ്, എനിക്കറിയില്ല. നമ്മള് റഷ്യയിലാണ്, പക്ഷെ റഷ്യന് വലുതായി കിടക്കുന്നുണ്ട്. റഷ്യ വലുതാണ് ആക്ച്വലി. മോസ്കോ അല്ലെങ്കിൽ ഇപ്പൊ ഈ സറാൻസ്ക് അല്ലെങ്കിൽ നമ്മുടെ സെന്റ് പീറ്റേഴ്സ്ബർഗ് യൂറോപ്പാണ്. നിങ്ങൾ ഇവിടെ വന്ന് പഠിക്കുമ്പോൾ നിങ്ങൾ ആക്ച്വലി റഷ്യയിലല്ല പോകുന്നത്. റഷ്യയിലാണ് പോകുന്നത്, പക്ഷെ യൂറോപ്പിലാണ് പോകുന്നത് എന്നുള്ള ഒരു ക്വാളിറ്റി കൂടെ ഉണ്ടല്ലേ, ആ ഒരു ബോർഡർ അല്ലേ. അപ്പൊ നിങ്ങൾക്ക് കൂട്ടുകാരുടെ അടുത്തൊക്കെ പറയാം, അതൊക്കെ പറ. ഞാൻ ഇവിടുത്തെ കീ പോയിന്റ് എന്ന് പറയുമ്പോൾ ആക്ച്വലി എന്താ പറയാ, നമ്മൾ സെൻട്രൽ യൂറോപ്പിൽ പഠിക്കുമ്പോൾ നമുക്ക് അത്രയും വാം വെൽക്കമിങ് കിട്ടില്ല. അതാണ് ഞാൻ എന്റെ മെയിൻ ആയിട്ട് എനിക്ക് പറയാനുള്ളത്. സെൻട്രൽ യൂറോപ്പിൽ പഠിക്കുമ്പോൾ അവിടെ ഉള്ള കുട്ടികൾക്ക് നമുക്ക് ഒരിക്കലും നമുക്ക് ലോക്കൽസിന്റെ എന്താ പറയാ ഇടപഴകി ജീവിക്കാൻ പറ്റില്ല. അവരെന്തൊക്കെയായാലും ഒരു സെക്കൻഡ് ക്ലാസ് സിറ്റിസൺ ആയിട്ട് കണക്കാക്കും. പക്ഷെ ഈ ഒരു രാജ്യത്ത് റഷ്യയിൽ എന്ന് പറയുമ്പോൾ ആ ഒരു പ്രശ്നം നമുക്ക് വരുന്നില്ല, ആ ഒരു പ്രശ്നം വരുന്നില്ല. കാരണം അവരുടെ ഒരു സംസ്കാരം എന്ന് പറയുന്നത് വേറെയാണ്. അവർക്ക് പെട്ടെന്ന് ഇന്ത്യൻസ് എന്ന് പറയുമ്പോൾ ബോളിവുഡ് കാര്യങ്ങൾ അതൊക്കെ കൊണ്ട് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ചൈനക്കാരെ പോലെ എല്ലാവർക്കും ഇന്ത്യക്കാരെ കാണുമ്പോഴൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. സംസാരിക്കാൻ വരും, അതെ. യൂറോപ്പിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ അങ്ങനെയല്ല. സേഫ്റ്റിയുടെ ഇഷ്യൂ, റഷ്യയിൽ അങ്ങനെ സേഫ്റ്റിയുടെ ഇഷ്യൂസ് അങ്ങനെ അധികം വരുന്നില്ല. എനിക്ക് ഇന്നലെ അനുഭവം ഉണ്ടായി. ഫോണ് ഞാൻ ടാക്സിയിൽ വെച്ച് മറന്നുപോയി. ഫോണ് ടാക്സിയിൽ വെച്ച് മറന്ന് ഇയാൾ തിരിച്ച് ഒരു 10 എത്ര മിനിറ്റ് എടുത്തിട്ടുണ്ടായിരിക്കും, മാക്സിമം 10 മിനിറ്റ് ഇയാൾ തിരിച്ച് നമുക്ക് വിടുന്നു. എന്നിട്ട് പറഞ്ഞ് മറന്നു വെക്കരുത്, കാരണം വെച്ചാല് ഞങ്ങൾക്ക് പേടിയാണ് എന്ന് പറഞ്ഞാൽ എല്ലാരും മറന്നു വെക്കരുത് കേട്ടോ. തിരിച്ചു കിട്ടിയില്ലെങ്കിൽ പണി കിട്ടും, പാവം കേട്ടോ.
എമിക്കുട്ടി വാ വാ വാ. എമിക്കുട്ടി ബോറടിച്ചിരിക്കുകയാണ് കേട്ടോ. പാവം കേട്ടോ, ബോറടിച്ചിരിക്കുകയാണ്. പിന്നെ ആ കാണുന്നില്ല ഒരു കമ്പോസിഷൻ ഉണ്ട്. അഖിലേട്ടൻ പറയും, അഖിലേട്ടൻ ഓസ്ട്രേലിയയിൽ ഉണ്ടായതല്ലേ, നിങ്ങളുടെ അഭിപ്രായം എന്താ? ഓസ്ട്രേലിയ വെച്ച് എന്താ അഭിപ്രായം പറ. യുകെയിലും പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ട്. പക്ഷെ അവിടെയൊക്കെ എനിക്കത്ര വെൽക്കമിങ് ആയി തോന്നിയിട്ടില്ല. ഞാൻ റഷ്യയിൽ വന്ന സമയത്ത് അവർ വെൽക്കമിങ് ആയിരുന്നു. ലാംഗ്വേജ് ബാരിയേഴ്സ് ഉണ്ട്, അവർക്ക് പലപ്പോഴും നമ്മൾ പറയുന്നത് മനസ്സിലാവുന്നില്ല. പക്ഷെ അതൊന്നും ഇവിടെ കൺസ്ട്രെയിൻ അല്ല. അവർ നമ്മൾ വളരെ വെൽക്കമിങ് ആണ്, അതിന് വളരെ ഹാപ്പിയും സാറ്റിസ്ഫൈഡ് ആണ്. രണ്ടാമത്തെ കാര്യം വെച്ചാല് മായനിവന് വരുന്ന സമയത്ത് ഇവ എപ്പോഴും പറയും, ഇവൻ ആദ്യമായിട്ടാണ് റഷ്യയിലേക്ക് വരുന്നത്. ഈ വരുന്ന സമയത്തേക്ക് ഇവ പറഞ്ഞാല് യുകെയിൽ ഇനി ഞാൻ പോകില്ല, യുകെയിൽ പോയിട്ടുണ്ട് അല്ലേ? യുകെയിൽ എക്സ്പീരിയൻസ് എന്താ ബ്രോന്റെ? യുകെയിലത്തെ എക്സ്പീരിയൻസും ഇപ്പൊ ട്രാവൽ ചെയ്ത എക്സ്പീരിയൻസും യുകെയിലെ ആളുകൾ ഇത് കേട്ടാ ഇടിക്കും കേട്ടോ. ഞാൻ കാര്യം പറഞ്ഞുതരാം. യുകെയിലെ ആളുകൾ കേട്ടാ ഇടിക്കും. പിന്നെ ഇവിടുത്തെ വേറൊരു കാര്യം എന്ന് പറയുമ്പോൾ ഇവരുടെ സ്ലാവിക് ലാംഗ്വേജ് ആണ്. സ്ലാവിക് ലാംഗ്വേജിൽ വേറൊരു സംഭവം എന്ന് പറയുമ്പോൾ ഇപ്പൊ റഷ്യയിൽ ഒരു പുതുതായിട്ടൊരു കുട്ടികൾ വരുന്നു, ഈസി ആയിട്ട് അവർക്ക് വായിക്കാൻ പഠിക്കാൻ പറ്റും. അത് വളരെ ഈസിയാണ് കേട്ടോ. അതായത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ എച്ച് എന്ന് പറയുന്നത് N ആണ്, P എന്ന് പറയുന്നത് R ആണ്. അതുപോലുള്ള ബേസിക് ആയിട്ടുള്ള വളരെ കുറച്ച് ആൽഫബറ്റ്സ് മാത്രം പഠിച്ചു വെച്ചിരുന്നാൽ മതി. എന്നാൽ പിന്നെ അവർക്ക് എല്ലാം പച്ച മലയാളം പോലെ ഞാൻ ഇപ്പം വായിക്കാൻ വേണ്ടി പോവാണ്. അതുകൊണ്ട് ആ കാണുന്നത് നോക്ക്, P എന്ന് പറയുന്നത് R ആണ്. അപ്പം ROC അല്ല, അത് S ആണ്. ROSS. E എന്ന് പറയുന്നത് എനിക്ക് മറന്നുപോയി, പിന്നെ അതും മറന്നുപോയി. പിന്നെ B ആണ്, അതും മറന്നുപോയി. പിന്നെ റൊസേൻ ബാങ്ക്, എന്തോ ഒരു ബാങ്കാണ് കേട്ടോ, റൊസേൻ ബാങ്കാണ്. അത് ആക്ച്വലി ഞാൻ മറന്നുപോയതുകൊണ്ടാണ്. ഭയങ്കര ഈസിയാണ് കേട്ടോ. അപ്പം നമുക്ക് അക്കാഡമിക്സിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. പിന്നെ ഇവിടെ ഇംഗ്ലീഷിലാണ് പഠിപ്പിക്കുന്നത്, അതുകൊണ്ട് വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. പിന്നെ ആ കാണുന്നതല്ലേ, അത് ഇവിടുത്തെ ആക്ച്വലി നമ്മുടെ ഓർത്തഡോക്സ് ക്രിസ്ത്യാനിറ്റിയിൽ ഇവരുടെ 12ാമത്തെ ഗോത്രപിതാവിൻ്റെ ഒരു എന്താ പറയുക, ഒരു സ്റ്റാച്ചു ആണ് കേട്ടോ. നമുക്ക് ഈ ഒരു പള്ളിയുടെ അടുത്തായിട്ട് തന്നെ കാണാൻ സാധിക്കുന്നത്. കാണുന്നതാണ് ഇവിടുത്തെ നമ്മുടെ മ്യൂസിയം. പിന്നെ ആ കാണുന്നത് നമ്മുടെ ഇവിടുത്തെ ഒരു പാർക്കും സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. ഒരു ചെറിയൊരു മിനി ലേക്കും തൊട്ടപ്പുറത്തായിട്ട് ഇവരുടെ ജൈൻറ്റ് വീൽ കുറച്ച് പാർക്കൊക്കെയാണ് കേട്ടോ. നല്ല മനോഹര, നമുക്ക് വൈകുന്നേരമൊക്കെ വന്ന് അങ്ങനത്തെ ഒരു ഭയങ്കര വൈബിനൊക്കെ ഉള്ള ഇതാണ്. പിന്നെ ക്ലൈമറ്റ് ഇപ്പോൾ തണുപ്പ് കുറവാണ്. വിൻ്റർ ആകുമ്പോൾ കുറച്ചും കൂടെ ഇപ്പം വിൻ്റർ കുറഞ്ഞു വരുവാണ് കേട്ടോ. പിന്നെ സമ്മർ വരുമ്പോഴാണ് ആക്ച്വലി കൂടുതൽ ഭംഗി. സ്പ്രിങ് വരുമ്പോഴും ഇവിടുത്തെ ഭംഗിക്ക് വേറൊരു രസമാണ് കേട്ടോ, വേറൊരു മനോഹാരിത നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ മഞ്ഞ് വരുമ്പോൾ വെള്ളം പുതച്ച് കിടക്കുന്ന ആൾക്കാർക്ക്, അതായത് നാട്ടിൽ നിന്ന് മഞ്ഞ് കാണാതെ കേരളത്തിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് ഫസ്റ്റ് അടിപൊളിയായിരിക്കും കേട്ടോ. പിന്നെ ഒരു മാസം കഴിയുമ്പോൾ അത് കഴിഞ്ഞോളൂ. പിന്നെ അവർക്ക് സമ്മറിനായിരിക്കും കേട്ടോ ഏറ്റവും. കാരണം റഷ്യൻസ് കൂടുതൽ സമ്മറാണ് ഇഷ്ടപ്പെടുന്നത്. എപ്പോഴും അവർ വിൻ്ററിന് പണിയെടുത്തിട്ട് സമ്മർ ആകുമ്പോൾ അവർ കറങ്ങാൻ പോകുന്ന ടീംസാണ് ഈ റഷ്യൻസ്. അവർക്ക് വെയിലെന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ള ഇതാണ് കേട്ടോ. ഇവിടുത്തെ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു കത്തീഡ്രൽ തന്നെയാണ്. എന്തൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ പയ്യന്മാർ. വീഡിയോ എടുക്കാൻ വേണ്ടി പുകയൊക്കെ ഇടുന്നു. എന്താ കേട്ടോ, അവൻ എന്തോ ചെയ്യുന്നതാണ്. അവൻ പ്രൊമോഷൻ ചെയ്യുന്നതാണോ, എന്തോ ചെയ്യുന്നു കേട്ടോ. എന്താണെന്ന് എനിക്ക് മനസ്സിലാവില്ല. നല്ല രസമുള്ള കാറ് കേട്ടോ, അംബാസഡർ കാറ്. ഇവിടെ കഫയോ എന്തോ ആണ് കേട്ടോ, അതിൻ്റെ മുന്നിൽ അവർ ഇട്ടയ്ക്കുന്ന ഒരു കാറാണ്. കാണുന്നതാണ് നമ്മുടെ ഇവരുടെ ഒരു ചെറിയൊരു പുഴയും സംഭവങ്ങളൊക്കെ. ഇവിടെ ആളുകൾ വാക്ക് ചെയ്യുന്ന സ്ഥലങ്ങളാണ് ഈ കാണുന്നതെല്ലാം. ഇവിടുത്തെ ഒരു പാർക്കിൻ്റെ ഉള്ളിലോട്ട് വന്നാണ്. പാർക്ക് വായിക്കാനൊന്നും എനിക്കറിയില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് ഉള്ളിലോട്ട് പോട്ടെ. പാർക്കിൽ നിന്ന് കണ്ട ഒരു മലയാളി പെൺകുട്ടിയെ പരിചയപ്പെടുത്താം. ഒരു മലയാളി പെൺകുട്ടിയും നമ്മുടെ ഹരിയാന പെൺകുട്ടിയാണ്. സുഖമല്ലേ? എന്താ പേര്? ഫിദ. എവിടെന്നാ? കാസർഗോഡ്. വാട്ട്സ് യുവർ നെയിം? Anshu. Where are you from? I'm from Haryana. Haryana. Nice to meet you. Have you been to Kerala? Okay. No, never. No. Okay. Welcome to Kerala. എന്ത് പഠിക്കുക? MBBS. ഏത് വർഷമാണ്? ഫസ്റ്റ് ഇയർ. എങ്ങനെയുണ്ട് കോളേജ്? അടിപൊളിയാണ്. അക്കാഡമിക്സ് ഒക്കെ വളരെ നല്ലതാണ്. ടീച്ചേഴ്സ് നല്ല കമ്മ്യൂണിക്കേഷൻ നല്ല രസമാണ് അവരുടെ. എന്നെ രാവിലെ ഹോസ്റ്റലിൽ വെച്ച് കണ്ടിരുന്നോ? കണ്ടായിരുന്നു. പുള്ളിക്കാരി ആക്ച്വലി പേരെന്തായിരുന്നു? ഫിദ ആക്ച്വലി ഇവിടെ പഠിക്കുവാണ് കേട്ടോ. ഫിദ നമ്മുടെ കോളേജ് യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ ഫസ്റ്റ് ഇയർ പഠിക്കുവാണ്. അപ്പോൾ ഓൾറെഡി കണ്ടു, ഞാൻ അപ്പോൾ കണ്ടില്ല. ഇപ്പോൾ പാർക്കിൽ അപ്രതീക്ഷിതമായിട്ട് കണ്ടാണ്. പിന്നെ വേറെന്താ പ്ലസ് പോയിന്റ് ആയിട്ട് ഈ കോളേജിനെ കുറിച്ച് തോന്നിയ എന്താണ്? ലൈക്ക് ഇന്ത്യൻ സിസ്റ്റം ഇവിടത്തെ നിന്ന് വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയിൽ ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് സ്റ്റുഡൻസിനെ ഒറ്റ ടീച്ചറെ പഠിപ്പിക്കുക. ഇവിടെ ആണെങ്കിൽ ഗ്രൂപ്പ് എഴുതിയിട്ടാണ് പഠിപ്പിക്കുക. അപ്പോൾ ഒരു മാക്സിമം 17 അല്ലെങ്കിൽ 15 പിള്ളേർക്ക് ഒറ്റ ടീച്ചറാണ്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമാണ്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിൽ 1-on-1 ഇൻറ്ററാക്ഷൻ വെച്ച് പഠിച്ചു തീർക്കാൻ പറ്റുന്നുണ്ട്.
ആക്ച്വലി ഞാൻ മനസ്സിലാക്കിയത് ഇവിടെ വരുന്ന പല ആളുകളും നീറ്റ് എക്സാം ഉണ്ട് കേട്ടോ. നീറ്റ് എക്സാം എഴുതിയിട്ടാണ് വരുന്നത്. അപ്പോൾ ഫിദ എഴുതിയിട്ടുണ്ടോ? എഴുതിയിട്ടുണ്ട്. എത്ര പ്രാവശ്യം എഴുതിയിട്ടുണ്ട്? ഒറ്റ പ്രാവശ്യം എഴുതിയിട്ടുള്ളൂ. ഓക്കെ, ഞാൻ പോയിന്റ് ചോദിക്കുന്നില്ല, കുഴപ്പമില്ല. ഞാൻ ഓൾറെഡി ചോദിച്ചേട്ടോ, അത്യാവശ്യം നല്ല പോയിന്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് നീറ്റ് എഴുതി അവിടെ കയറാതെ ഇങ്ങോട്ട് വന്നത്? അത് എനിക്ക് റിപ്പീറ്റ് ചെയ്യാനുള്ള ഒരു താല്പര്യമില്ല. പിന്നെ റിപ്പീറ്റ് ചെയ്തിട്ട് അങ്ങോട്ട് അവൾ ഇന്ത്യയിലുള്ള സ്കോപ്പിന് കാണും. എൻ്റെ ഒരു കസിൻ ഉണ്ടായിരുന്നു, അവളാണ് ഇങ്ങോട്ടേക്ക് റെക്കമെൻഡ് ചെയ്തത്. അവൾ ഇവിടെ പഠിച്ചു കഴിഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ പുള്ളിക്കാരി ഓൾറെഡി ഇത് ഗ്രാജുവേറ്റ് ചെയ്ത് കഴിഞ്ഞോ? ഗ്രാജുവേറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇന്ത്യയിൽ ഇപ്പോൾ വർക്കിംഗും ആണ്. അപ്പോൾ പോസിബിലിറ്റീസ് എങ്ങനെയാണ് ഇവിടെ പഠിച്ചിട്ട് നാട്ടിൽ ജോലി ചെയ്യേണ്ട പോസിബിലിറ്റീസ് എങ്ങനെയാണ്? നല്ല പോസിബിലിറ്റി ആണ്. ഈവൻ അവളെ ഹസ്ബൻഡ് രണ്ടുപേരും ഇവിടെ റഷ്യയിൽ നിന്നാണ് കംപ്ലീറ്റ് ചെയ്തത്. രണ്ടുപേരും ഹസ്ബൻഡ് ആക്ച്വലി മുംബൈ ആണ്, ബട്ട് കേരള റെസിഡൻറ്റ് തന്നെയാണ്. അപ്പോൾ രണ്ടുപേരും ഇപ്പോൾ കേരളത്തിൽ തന്നെയാണ് വർക്കിംഗ് പ്രാക്ടീസ് ചെയ്യുന്നുള്ളത്. ആൻഡ് രണ്ടുപേർക്കും നല്ല ജോബ് ഉണ്ട്. അപ്പോൾ ഇവിടെ പഠിച്ച് നാട്ടിൽ പോയി ഈ എക്സാം എഴുതി ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുന്നതിന് വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ല? ഇല്ല. ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ കസിന് വർക്ക് ചെയ്യുന്ന. സോ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. ഫിദ ആക്ച്വലി നമ്മളെ കൊണ്ടുപോവാണ് കേട്ടോ. നമ്മളിവിടെ വന്നേ ഉള്ളൂ. ഫിദ ആക്ച്വലി ഭയങ്കര കോപ്പറേറ്റീവ് ആയിട്ട് നമ്മളെ കാഴ്ചകൾ കാണിച്ചു തരാൻ വേണ്ടി പോണ്. ഫിദ, നമ്മൾ എവിടെയാ പോകുന്നത് ഇനി? ഇവിടെ ഒരു ലോക്ക് ബ്രിഡ്ജ് ഉണ്ട്. അതിന്റെ ഒരു പറ്റിയൊരു സ്റ്റോറിയും ഉണ്ട്. എന്താ സ്റ്റോറി? അവിടെ പോയിട്ട് പറയാം. വെച്ചാല് അവിടെ ബ്രിഡ്ജില് കപ്പിൾസ് ഒക്കെ ഉണ്ടാവൂലേ, അവര് വന്നിട്ട് പേര് എഴുതിയ ലോക്ക് അവിടെ ഇട്ട് വെക്കും. അത് ഫോർ എവർ എന്നാണ് പറയാറ്. അവര് അങ്ങനെ ലോക്ക് ചെയ്ത ജോഡീസ്. അപ്പൊ ഫിദ ഇട്ടിട്ടുണ്ടോ? ഇല്ല. സോറി, നോ. നിങ്ങൾക്ക് ഇടണോ? അത് യൂറോപ്പിലൊക്കെ എവിടെയാ? അവിടെ ആക്ച്വലി ഒരു ട്രീ ഉണ്ട് കേട്ടോ. അവിടെ നമുക്ക് ഒരു ട്രീയിൽ കുറേ ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷെ അത് നമുക്ക് അറിയില്ല. ഫിദ, അതിനെക്കുറിച്ച് പറഞ്ഞോ, നമുക്ക് അങ്ങോട്ട് പോവാം. ഫിദയാണ് കേട്ടോ നമ്മുടെ സകലോപകരി അല്ലേ. നമ്മൾ കുറച്ച് ലേറ്റായി. ഫിദയെ കാണാൻ നമ്മൾ കുറച്ച് ലേറ്റായി ഒന്നും സംശയം. പക്ഷേ ഡെസ്റ്റിനി ഇപ്പോഴായി പോയി. ഈ കാണുന്നതാണ് നമ്മുടെ ലവേഴ്സിന്റെ ഒരു ബ്രിഡ്ജ്. ഇവിടെ വന്നാൽ അവർ 4 hour ആവുന്നാണോ പറയുന്നത്? ഫിദയുടെ ആരെങ്കിലും ഇട്ടിട്ടുണ്ടോ? എനിക്കറിയത്തില്ല, ഞാൻ ഇട്ടിട്ടില്ല. ഫിദ നിക്കാഹ് കഴിയുമ്പോൾ ഇവിടെ കൊണ്ടുവന്നിരണം കേട്ടോ. ഓക്കെ, ഇൻഷാല്ലാ. ആണ്ടെ ഇവിടെ കുറേ ഇതുണ്ട് കേട്ടോ, ഫുള്ള് ലോക്കായിട്ട്. ഇത് ആക്ച്വലി ടിപ്പിക്കലായിട്ട് യൂറോപ്യൻ രാഷ്ട്രങ്ങളിലൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. അത് എവിടെയോ ഫേമസ് ആയി, പിന്നീട് അത് കാലക്രമേണമായിട്ട് ഇങ്ങനെ പോകുന്നു മാത്രം. ഒരിക്കലും ഇളകാതിരിക്കാനുള്ള പൂട്ടാട്ടോ ഈ കാണുന്നത്. പ്രണയത്തിന്റെ സ്ട്രോങ്ങുകൾ ഇത് വലിപ്പം കൂടുന്നതനുസരിച്ച് കൂടുന്നുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. എൻ്റെ അമ്മോ, അതെ, ആക്രിക്കാരൻ വല്ലതും അടിച്ചു വന്ന് പൊട്ടിച്ചാൽ നല്ലതായിരിക്കും അല്ലേ? സ്ക്രാപ്പുകാരൻ വല്ലതും എടുത്തിട്ട് റിവറിലോട്ട് കളയും എല്ലാ വർഷവും. അതാണ് ഞാൻ കേട്ടിരിക്കുന്നത്. ഓക്കെ, എന്നിട്ട് വീണ്ടും അവർ കൊണ്ടുവന്നിടും. ഓക്കെ. അതുകൊള്ളാം കേട്ടോ. അവർ എല്ലാ വർഷവും അവർ ഈ ഒരു റിവറിലോട്ട് സംഭവം കളയുന്ന ഒരു പരിപാടിയുണ്ട്. എനിക്കൊരു ചോദ്യം കൂടെ ചോദിക്കാനുണ്ട്. ഇവിടെ അക്കോർഡിംഗ് ടു ആസ് എ ഗേൾ എങ്ങനെയാ ഫിദയ്ക്ക് സേഫ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്താന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇന്ത്യയിലാണെങ്കിലും പുറത്തിറങ്ങുമ്പോൾ സ്റ്റെയർസ് ഒക്കെ കിട്ടും. ഇവിടെ അതൊരു കുഴപ്പമില്ല. ലൈക്ക് ഫ്രീലി എപ്പോൾ വേണേലും ഇവിടുന്ന് എവിടെ വേണേലും പോവാം. പിന്നെ യൂണിവേഴ്സിറ്റിയുടെ കാര്യമാണെങ്കിലും ലൈക്ക് പ്രോപ്പർ സേഫ്റ്റി ഉണ്ട്. ഗാർഡ്സ് ഉണ്ടാവും എല്ലാ സ്ഥലത്തും. ലൈക്ക് യൂണിവേഴ്സിറ്റിയിലാണെങ്കിലും എൻട്രൻസ് ഒക്കെ യൂണിവേഴ്സിറ്റിയിലാണെങ്കിലും ഇപ്പോൾ എൻട്രി ചെയ്യണമെങ്കിൽ ഞങ്ങൾക്കൊരു കാർഡുണ്ട്. ഞങ്ങൾക്കൊരു ബാങ്ക് കാർഡ് ഉണ്ട്. അത് വെച്ചിട്ടാണ് എല്ലാ യൂണിവേഴ്സിറ്റി ബിൽഡിങ്സിലും എൻട്രി ചെയ്യുന്നത്. ഇപ്പോൾ ഹോസ്റ്റലിലാണെങ്കിൽ CCTVs ഉണ്ട്, ഗാർഡ്സ് ഉണ്ട്, വാർഡൻസ് ഉണ്ട്. അവർ സ്ട്രിക്റ്റ് ടൈമിൽ ക്ലോസ് ചെയ്യും. പിന്നെ ഇവിടെ സിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ സിറ്റിയുടെ ആൾക്കാർ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. പിന്നെ ആരും അങ്ങനെ ജഡ്ജ്മെന്റൽ പീപ്പിൾസ് ഒന്നും അല്ല. പിന്നെ എത്ര മണി വരെ ആണെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ പുറത്ത് കറങ്ങാം. ഹോസ്റ്റലിൽ എനിക്ക് ഒരു കാര്യം കൂടെ ചോദിക്കാനുണ്ട്. ഇപ്പോൾ റഷ്യയിൽ വരുന്നവർ, ഇപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, ഇവിടെ വരുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് അക്കാഡമിക്സ് ഇംഗ്ലീഷിലാണല്ലോ. ഇപ്പം നമുക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാനും ഇപ്പോൾ പബ്ലിക് ട്രാൻസ്പോർട്ടൊക്കെ ആക്സസ് ചെയ്യാനായിട്ട് ഈ ഭാഷ എങ്ങനെയാണ് പോസിബിൾ ആവുന്നത്? ഈസിയാണോ? ഈസിയാണ്. റഷ്യൻ ക്ലാസ്സസ് ഉണ്ട്. അപ്പോൾ അത് ഞങ്ങൾക്ക് ടീച്ചർ നല്ല ഒരു ഫൺ വേയിലാണ് പിള്ളേരെ പഠിപ്പിക്കുന്ന പോലെയാണ് പഠിപ്പിക്കണം. ലൈക്ക് ഫസ്റ്റ് ലെറ്റേഴ്സ് പഠിപ്പിക്കും, പിന്നെ നമ്പേഴ്സ്, അങ്ങനെ ഒരു ഫ്രം സ്ക്രാച്ച് നിന്ന് പഠിപ്പിക്കും. പിന്നെ ഫസ്റ്റ് വന്നപ്പാടാണ് ഞങ്ങൾക്ക് അത്യാവശ്യം യൂസ് ചെയ്യേണ്ട വേർഡ്സ് ഫസ്റ്റ് ദിവസം ഞങ്ങൾക്ക് പറഞ്ഞു പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പിന്നെ സ്ലാവിക് ലെറ്റേഴ്സ് ഇപ്പോൾ ഇംഗ്ലീഷ് അറിയാവുന്ന ആളുകൾക്ക് ഈസി ആയിട്ട് വായിക്കാൻ പറ്റും. ഒന്ന് വായിച്ചു തരാം എനിക്ക് കറക്റ്റ്. പാർക്ക് ആദ്യത്തത് PARK. പീനെ ഇവർ R എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ ബാക്കിയുള്ളത് പാർക്ക്, ഉമേനു.
മേനു ടീച്ചർ ആരാ? ഫിദയുടെ ടീച്ചർ ആരാ? തള്ളിയതെല്ലാം തിരിച്ചിറക്കേണ്ടി വരും കേട്ടോ. ഒരു മിനിറ്റ്, അത് ഇവിടെ 2 സ്ക്രിപ്ചർ ഉണ്ട്. ഒന്ന് താഴെ എഴുതിയിട്ടുള്ളേ അത് ഓൺലി റഷ്യൻസിന് പറ്റിയതാണ്, മുകളിലത്തതാണ് സിംഗിൾ സംഭവം. ഓക്കെ ഓക്കെ. കൂട്ടക്ഷരം ഇതില്ലേ, ആ കൂട്ടക്ഷരം വായിക്കാൻ പഠിക്കാൻ വേണ്ടിയുള്ള അത്രേ ഉള്ളൂ. ഞാന് വീട്ടില് പോയിട്ട് വേറൊരു സ്ഥലത്തോട്ട് വന്ന്. What's your name? I forgot my name. I'm so sorry. Ami Kuti. Amy Kuti. Ami Kuti. How you say thank you? Thank you. Nani. Nani. You Panni? Yeah. You Panni? Yes. No, not funny. Nani. Nani. നമ്മളങ്ങനെ ഇവരുടെ വേറൊരു ഹോസ്റ്റലിലോട്ട് വന്നതാണ് കേട്ടോ. അതായത് ഇവിടുത്തെ നമ്മുടെ സ്റ്റുഡൻസ് പഠിക്കുന്ന ഗവൺമെൻറ് ഹോസ്റ്റലിലോട്ടാണ് വന്നത്. ഈ കാണുന്നത് ഇവരുടെ ഗവൺമെൻറ് ഹോസ്റ്റലാണ് കേട്ടോ. ഇതാണ് ഇവിടുത്തെ ഗവൺമെൻറ് ഹോസ്റ്റൽ. നമ്മുടെ യൂണിവേഴ്സിറ്റി ഹോസ്റ്റലില്ലേ ഗവൺമെൻറ് ആയിട്ടുള്ള. ഇങ്ങനെ ഇവരുടെ ഹോസ്റ്റലിലോട്ട് കയറുവാണ്. 11ാമത്തെ ഹോസ്റ്റലാണോ അതോ ഹോസ്റ്റലിന്റെ പേരാണോ? കുട്ടികൾക്ക് വേണ്ടി കുറച്ച് പ്രോഗ്രാമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ നോക്കാം കേട്ടോ അകത്ത് എന്താണ് പരിപാടി എന്ന്. നമ്മൾ പാസ്പോർട്ടൊക്കെ കൊടുത്തിട്ട് വേണം അകത്ത് കയറാനായിട്ട്. നമുക്ക് ഇവിടെയാണ് കേട്ടോ പരിപാടി നടക്കുന്നത്. ഇവിടെയാണ് നമ്മുടെ ഈദിന്റെ എന്തോ പരിപാടിയാണ് കേട്ടോ. അവിടെ നമ്മുടെ ജയ് ശ്രീരാം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ അപ്പൊ എല്ലാവർക്കും എന്റെ ഒരു വലിയൊരു ഈദ് പെരുന്നാൾ ആശംസകൾ ആദ്യം തന്നെ നേരുകയാണ്. എന്നെ ഈ സന്ദർഭത്തിൽ വിളിച്ച എല്ലാ മലയാളി വിദ്യാർത്ഥികളെയും നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. ഈദ് മുബാറക്. ഈ പരിപാടി നിങ്ങളുടെ ഈദുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ നടക്കുന്ന ഈ ഒരു പരിപാടി ഞാൻ ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയുന്നു. ട്രോഫി കൊടുക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ അമ്മാനെ ക്ഷണിക്കുകയാണ്. ഹിഷാം 2 വാക്ക് സംസാരിക്കുന്നതാണ്.
പെരുന്നാൾ പോലെ പെരുന്നാൾ പോലെ പ്രോഗ്രാം കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഇതിന്റെ ഇടയിൽ സ്റ്റേജിലൊക്കെ പോയി അവള് പ്രൈസ് ഒക്കെ കൊടുത്തു കേട്ടോ. ഞാൻ അവിടെ അയ്യോ ഞാനെന്തോ പെട്ടെന്ന് എനിക്ക് എല്ലാരെയും കൂടെ കണ്ടപ്പോ എന്തോ ഒരു ഷൈ ആയി, ഞാൻ ഭയങ്കര നെർവസ് ആയി. അപ്പൊ നമ്മള് വീട്ടിലോട്ട് വന്നിട്ടുണ്ട്. നോ ഹെൽപ്പ്, യു ജംപ് No, I You can't. jump. I can't. It's so cold. നോ കോഡ്, യു ജംപ്. Can you try this from tongue? Do You try. no me no You try. no try. you try. I try. Come one In more time. China. One more You time. can try. You try. Oh, please help me. Please. Please. Say Mahin is the king. Say Mahan is the key. Mahin is the beautiful person in the world. Mahin is the handsome boy in the world. Say. Mahan is. ഇവിടെ വല്ല ചൈനീസ് ഡ്രാമയിൽ അഭിനയിക്കാൻ പറഞ്ഞ കേട്ടോ. ഏയ് You can try again. no no I don't know. I can't. You don't know? I don't know. What is that? Wait. I yeah. To be honest, I don't. Wait. Oh, your face is. എനിക്ക് ചൈനയിലെ ഏതാ ഫേസ് മാസ്ക് ഒക്കെ കിട്ടിയതാണ് കേട്ടോ. അല്ലാ ഇവിടെ അവള് ഡെയിലി ഇതാണ് കേട്ടോ. ഡെയിലി ഒരു 2 ഫേസ് മാസ്ക് ഇങ്ങനെ ഇട്ട് എന്നിട്ട് മരിച്ചോളെ ഇങ്ങനെ കിടക്കും കേട്ടോ.